Next, let us see the figure showing how the process, that is converting of assembly language program to machine codes, takes place, and finally to burn the ROM image in flash or ROM. Okay, അപ്പോൾ ഇതാണ് ഫിഗർ. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇതൊരു ഇമ്പോർട്ടൻറ്റ് ബ്ലോക്കാണ്, ബ്ലോക്ക് ഡയഗ്രാമാണ്. അതായത് മെഷീൻ സ്പെസിഫിക് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ദാറ്റ് വിൽ ബി given to the assembler, and അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അസംബ്ലറിലേക്ക് കൊടുക്കും. ഇനി ആ അസംബ്ലറിൽ നിന്ന് അത് മെഷീൻ, അതായത് അസംബ്ലർ വിൽ കൺവേർട്ട് ഇറ്റ് ടു മെഷീൻ കോഡ്. ഓക്കെ, ആൻഡ് ഫോർ ദ പ്രോഗ്രാം അറ്റ് വേരിയസ് സ്റ്റേജസ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പാണ് ലിങ്കറാണ്. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് റീഅലോക്കേറ്റ് ചെയ്ത് അഡ്രസ്സസ്. ദെൻ നെക്സ്റ്റ് ഇറ്റ് വിൽ ബി ലാസ്റ്റ് സ്റ്റേജ്, ഇറ്റ് വിൽ ബി ലോഡഡ് ഇൻ ടു ദ ROM. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം ഓരോ സ്റ്റെപ്പ്. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് അസംബ്ലർ ട്രാൻസ്ലേറ്റ്സ് ദ അസംബ്ലി സോഫ്റ്റ്വെയർ ഇൻ ടു മെഷീൻ കോഡ്സ് യൂസിങ് എ സ്റ്റെപ്പ് കോൾഡ് അസംബ്ലിംഗ്. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അസംബ്ലി സോഫ്റ്റ്വെയറിനെ മെഷീൻ കോഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. ദെൻ ലിങ്ക്സ് ദീസ് കോഡ്സ് വിത്ത് ദ അതർ കോഡ്സ് റിക്വയർഡ്. ദ ലിങ്ക്ഡ് ഫയൽ ഇൻ ബൈനറി ഫോർ running on the computer is known as executable file or .exe file. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ലിങ്കർ ഈ സെക്കൻഡ് സ്റ്റേജ് കണ്ടോ, ദാറ്റ് ഈസ് ഫ്രം ദ ലൈബ്രറി നീഡഡ് മെഷീൻ കോഡ്സ്. അപ്പോൾ അത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് വേറെ കോഡ്സും നമ്മളിപ്പം ജനറേറ്റ് ചെയ്ത കോഡും അത് ലിങ്ക് ചെയ്യും. ഓക്കെ, ലിങ്ക് ചെയ്ത് അവിടെ ഒരു എക്സിക്യൂട്ടബിൾ ഫയലായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ .exe ഫയലാണ്. നെക്സ്റ്റ് ഇസ് ലോഡർ. The loader program performs the task of reallocating the codes after finding the physical memory address available at a given instant. The loader is a part of OS and places codes into memory after reading .exe file. അതായത് ഇവിടെ ലോഡറിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ലോഡറാണ്. അപ്പോൾ ലോഡർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ലോഡർ പ്രോഗ്രാം ഉണ്ടാവും. ആ പ്രോഗ്രാം എന്ത് ചെയ്യുന്നു വെച്ചാൽ റീഅലോക്കേറ്റ് ചെയ്യും കോഡ്സിനെ. ഓക്കെ, ഫിസിക്കൽ അഡ്രസ്സ് കണ്ടുപിടിച്ച് അത് ഇറ്റ് വിൽ ഫൈൻഡ് ദ ഫിസിക്കൽ അഡ്രസ് അവൈലബിൾ ആൻഡ് ഇറ്റ് വിൽ റീഅലോക്കേറ്റ് ദ കോഡ്സ്. ദെൻ ലോഡർ ആക്ച്വലി ഈസ് എ പാർട്ട് ഓഫ് ദ OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റമിൻ്റെ ഒരു പാർട്ടാണ് ലോഡർ. ആൻഡ് കോഡ്സ് ഇനി അത് മെമ്മറിയിലേക്ക് പ്ലേസ് ചെയ്യും .exe ഫയൽ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് പറയാം. അതായത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഅലോക്കേറ്റ് ചെയ്യും അഡ്രസ്സസ്. ദെൻ മെഷീൻ കോഡ്സ് റെഡി ഫോർ ലൊക്കേറ്റിംഗ് അറ്റ് ദ വേരിയസ് അഡ്രസ്സസ്. അതിനുശേഷം അത് റോമിലേക്ക് ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ലൊക്കേറ്റിംഗ്, ദാറ്റ് ഈസ് ദ ഫൈനൽ സ്റ്റെപ്പ് ഓഫ് ദ സിസ്റ്റം ഡിസൈൻ പ്രോസസ് ഈസ് ലൊക്കേറ്റിംഗ് ദീസ് കോഡ്സ് ആസ് എ ROM image. Codes are permanently placed at the addresses actually available in the ROM. Locator locates the input-output tasks and hardware device driver codes at fixed addresses. The locator program reallocates the linked file and creates a file for permanent location of codes in a standard format. അപ്പോൾ ഇവിടെ ഈ ലൊക്കേറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കോഡ്സ് ROM ഇമേജ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഫോർത്ത് സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ദ കോഡ്സ് അതായത് ഒരു അഡ്രസ്സിലേക്ക് പെർമനൻ്റ്ലി പ്ലേസ് ചെയ്യും കോഡ്സിനെ. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ ലൊക്കേറ്റ് ദ ടാസ്ക് ആൻഡ് ദ ഹാർഡ്വെയർ ഡിവൈസ് ഡ്രൈവർ കോഡ്സ് അറ്റ് ഫിക്സ്ഡ് അഡ്രസ്സസ്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിന് ഡിവൈസ് ഡ്രൈവർ കോഡ് വേണ്ടി വരും. അപ്പോൾ അത് ഫിക്സ്ഡ് അഡ്രസ്സസിൽ അത് കണ്ടുപിടിക്കും, ലൊക്കേറ്റ് ചെയ്യും. ഇനി ലൊക്കേറ്റഡ് പ്രോഗ്രാം റീഅലോക്കേറ്റ്സ് ദ ലിങ്ക് ഫയൽ, അതായത് ലിങ്ക് ഫയൽ ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് റീഅലോക്കേറ്റ് ചെയ്യും. റീഅലോക്കേറ്റ് എന്ന് വെച്ചാൽ അതിനൊരു അലോക്കേറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിനൊരു അഡ്രസ്സ് കൊടുക്കുക ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി ഡിഫൈനിങ് എ അഡ്രസ്സ്, അല്ലെങ്കിൽ ഓരോ അഡ്രസ്സ് അതിന് കൊടുക്കും ഓരോ അതായത് സ്റ്റെപ്സിന് വേണ്ടി. ആൻഡ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഫോർ പെർമനൻറ്റ് ലൊക്കേഷൻ ഓഫ് കോഡ്സ് ഇൻ എ സ്റ്റാൻഡേർഡ് ഫോമാറ്റ്. ഒരു ഫയൽ അതായത് ഈ ഒരു കോഡ്സിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പെർമനൻറ്റ് ഫയൽ തന്നെ ക്രിയേറ്റ് ചെയ്യും. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേണിംഗ് ആണ്. സോ ഡിവൈസ് പ്രോഗ്രാമർ ടേക്സ് ആൻ ഇൻപുട്ട് ദാറ്റ് ഇസ് ഓഫ് ദ ഇമേജ് file and finally burns the image into PROM or flash. The process of placing the codes in PROM or flash is called burning. Okay, അപ്പോൾ ഇവിടെ ഈ ഡിവൈസ് പ്രോഗ്രാമർ അതായത് ROM
ഇമേജ് ഫയലിനെ എടുത്ത് അതിനെ പ്രോമിലേക്ക് ബേൺ ചെയ്യുന്നു, അതായത് കോഡ്സിനെ ആക്ച്വലി പ്ലേസ് ചെയ്യുന്നു മെമ്മറിയിലേക്ക്. അതിനെയാണ് ബേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ വരുന്നത്. ബേണർ ഉണ്ട്, അപ്പോൾ ബേണറിൽ ആണ് ബേൺ ചെയ്യുന്നത്. ആക്ച്വലി ഫൈനലി ആ കോഡ്സ് അതിൽ പ്ലേസ് ചെയ്യുന്നു മെമ്മറിയിൽ. അതാണ് ബേണിംഗ്. ഓക്കെ, now the next topic, that is the software in high level language. Since coding in assembly language is very time consuming, software is developed in a high level language, C, C++, Visual C++ or Java in most cases. ഓക്കെ, അപ്പോൾ ഇവിടെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാംസ് ശരിക്കും അതായത് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അതായത് അത് എക്സിക്യൂട്ട് ചെയ്യാനെല്ലാം കുറേ സമയമെടുക്കും. അതുമാത്രമല്ല അതിൽ വെരി ലാർജ് പ്രോഗ്രാംസ് ആയിരിക്കും, അതായത് കൂടുതൽ സ്റ്റെപ്സ് വേണ്ടി വരും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ആണ് ഹൈ ലെവൽ ലാംഗ്വേജിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യും. അതേ പ്രോഗ്രാം നമുക്ക് ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതാൻ പറ്റും. അപ്പോൾ അത് C, C++, ജാവ, ഓക്കെ, വിഷ്വൽ C++, അത് അവർ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആകുമ്പം എളുപ്പത്തിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ദ പ്രോഗ്രാമർ നീഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഓൺലി ദ ഹാർഡ്വെയർ ഓർഗനൈസേഷൻ വെൻ കോഡിങ് ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ ഹാർഡ്വെയർ ഓർഗനൈസേഷനാണ് മെയിൻലി വേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പം ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ C പ്രോഗ്രാം ഇൻ ടു ദ ഫയൽ ഫോർ റോം ഇമേജ്. അപ്പോൾ ഇത് C പ്രോഗ്രാമിന് ആണെങ്കിൽ, C പ്രോഗ്രാമിലാണ് പ്രോഗ്രാം അതായത് സോഫ്റ്റ്വെയറിലാണ് പ്രോഗ്രാം എഴുതിയിട്ടുണ്ടെങ്കിൽ ഇപ്പം കമ്പൈലർ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കമ്പൈലറാണ്. സോ ഇതാണ് ഫസ്റ്റ് കമ്പൈലർ. അപ്പോൾ കമ്പൈലർ എന്ത് ചെയ്യുന്നു? ഇറ്റ് ജനറേറ്റ്സ് ദ ഒബ്ജക്റ്റ് കോഡ്സ്, ഇറ്റ് അസംബിൾസ് ദ കോഡ്സ് അക്കോർഡിംഗ് ടു ദ പ്രൊസസ്സർ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആൻഡ് അതർ സ്പെസിഫിക്കേഷൻസ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കമ്പൈലർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് കമ്പൈലർ. സോ C പ്രോഗ്രാം ഫങ്ഷൻസിനെ അത് മെഷീൻ കോഡ് ഒബ്ജക്റ്റ് ഫയലിൽ കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് അതേപോലെ ലിങ്കറാണ്, ലിങ്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ദെൻ that is a C compiler for ES must use a code optimizer that optimizes the codes before linking. അപ്പോൾ ഇവിടെ ഒരു കോഡ് ഓപ്റ്റിമൈസർ വേണം. അതാണ് ഒരു സ്റ്റെപ്പ്, അഡീഷണൽ സ്റ്റെപ്പ് വരുന്നത്. ലിങ്ക് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഒരു കോഡ് ഓപ്റ്റിമൈസർ വേണം. അതിന് കോഡ്സിനെ ഓപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ആഫ്റ്റർ കമ്പൈലേഷൻ ദ ലിങ്കർ ലിങ്ക്സ് ദ ഒബ്ജക്റ്റ് കോഡ്സ് വിത്ത് അതർ നീഡഡ് കോഡ്സ്. അപ്പോൾ അടുത്ത സ്റ്റേജ് ലിങ്കിങ് ആണ്. സോ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ ലിങ്കർ ഒബ്ജക്റ്റ് കോഡ്സിന് ലിങ്ക് ചെയ്യുന്നു അതർ കോഡ്സിൽ വെച്ചിട്ട്. ആൻഡ് കോഡ്സ് ഫോർ ഡിവൈസ് ആൻഡ് ഡ്രൈവർ മാനേജ്മെൻറ്റ് ഓൾസോ ലിങ്ക് അറ്റ് ദിസ് സ്റ്റേജ്. ഡിവൈസ് ആൻഡ് അതായത് ചില സമയത്ത് ഡിവൈസിന് വേണ്ടി ഡിഫറെൻറ്റ് കോഡ് ഉണ്ടാവും, ഡ്രൈവർ വേണ്ടി വരും ചില സമയത്ത്. ഇപ്പം നമ്മൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ പ്രിൻ്റർ വാങ്ങുന്നുണ്ടെങ്കിൽ ആ പ്രിൻ്ററിന് ഒരു ആക്ച്വലി ഒരു ഡിവൈസ് ഡ്രൈവർ ഉണ്ടാവും. ഓക്കെ, ആ ഡ്രൈവർ ആക്ച്വലി ഇൻസ്റ്റാൾ ചെയ്യണം സിസ്റ്റത്തിൽ, അത് അറിയാമല്ലോ. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ആ പ്രിൻ്റർ യൂസ് ചെയ്യാൻ പറ്റൂ. അതേപോലെ തന്നെയാണ് ഡിവൈസ് മാനേജ്മെൻറ്റ്. ചിലപ്പം കോഡ്സ് ഡ്രൈവറിനും ഡ്രൈവർ മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ ഡിവൈസ് മാനേജ്മെൻറ്റിന് വേണ്ടി വരും. സോ അതും ആ സ്റ്റേജിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇത് കാണാൻ പറ്റും, അതായത് ബൈറ്റ്സ് ഫോർ ലിങ്ക്ഡ് പ്രോഗ്രാം ആൻഡ് ദെൻ ഫൈനലി അത് റോം മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യും. സോ റീഅലോക്കേറ്റിംഗ്, ലൊക്കേറ്റിംഗ് ആൻഡ് ബേണിംഗ്, അതാണ് അടുത്ത സ്റ്റേജസ്. അത് സെയിം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റീഅലോക്കേറ്റ് ചെയ്യണം, ലൊക്കേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ബേൺ ചെയ്യണം. പിന്നെയുള്ള സ്റ്റെപ്സ് എല്ലാം സെയിം ആസ് ബിഫോർ. ഓക്കെ.